Why future powered by Google? ഒരു വിവേചനമില്ലാത്ത പഠനം എല്ലാ കുട്ടികൾക്കും കിട്ടണമെന്നുള്ളതാണ്. ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ലക്ഷറി ആവരുത്. വിദ്യാർത്ഥികൾക്ക് ഇതേപോലെയുള്ള വലിയ വലിയ എക്സാമുകൾ ക്രാക്ക് ചെയ്യാൻ അവരെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ സഹായിക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം 5 ക്യാമ്പസുകള് കേരളത്തിലുണ്ട്. കോഴിക്കോടുണ്ട്, തൃശ്ശൂരുണ്ട്, ഈ എറണാകുളം ഉണ്ട്, കൊല്ലം ഉണ്ട്, ട്രിവാൻഡ്രം ഉണ്ട്. ഞങ്ങളത് ആഗ്രഹം എന്ന് പറയുന്നത് മാക്സിമം കുട്ടികൾ ഏറ്റവും അഫോർഡബിൾ ആയിട്ട് പഠിച്ചിറങ്ങാന്നുള്ളത് തന്നെ നമ്മൾ ആലോചിക്കുന്നത്. ഫ്യൂച്ചർ പവേർഡ് ബൈ ഗൂഗിളത്തിന്റെ ഒരു സ്റ്റഡിങ് സ്ട്രക്ചർ ഒക്കെ എങ്ങനെയാണ്? നീറ്റ് ആണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് ഒരു ഹൈബ്രിഡ് സിസ്റ്റം ആണ്. ഒരു ക്ലാസ്സിൽ ഇരിക്കുന്ന കുട്ടിയാണെങ്കിൽ നമ്മളെപ്പോഴും പറയാറുള്ളത് തൊട്ടടുത്തിരിക്കുന്ന ആളുമായിട്ട് കമ്പയർ ചെയ്യേണ്ട ആളല്ല. കാരണം അടുത്തിരിക്കുന്ന ആളുടെ പൊട്ടൻഷ്യൽ അല്ല ഇയാൾക്ക് ഉണ്ടാവുക. അപ്പം നമ്മളുടെ എന്താണോ പ്രീവിയസ് ആയിട്ടുള്ള നമ്മുടെ ഒരു സ്കോർ, ആ സ്കോറിനോടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കോമ്പീറ്റ് ചെയ്യേണ്ടത്. ട്വിറ്റർ ഫീസ് എന്ന് പറയുന്നത് 1 ഇയറിന് നമ്മൾ വാങ്ങുന്നത് 69,999 ആണ്. ഓൾ ഇന്ത്യ ലെവലിൽ ഇത്തരം ചെറിയ ഫീസ് വാങ്ങി ഒരു റിപ്പീറ്റർ കോഴ്സും അതുപോലെ തന്നെ സ്കൂളിംഗ് പ്രോഗ്രാം നടത്തുന്ന സ്ഥാപനം വേറെ ഉണ്ടാവില്ല എന്നുള്ളത്. റെക്കോർഡ് ചെയ്ത് എന്തെങ്കിലും ഒരു ക്ലാസ് അവിടെ എടുത്തു വെച്ച് പോകുന്ന പരിപാടിയല്ല. ലൈവായിട്ട് കുട്ടിക്ക് ആപ്പിൽ വന്ന് ജോയിൻ ചെയ്ത് പഠിച്ച് ടീച്ചേഴ്സിനോട് ഡൗട്ടൊക്കെ ചോദിച്ച് വളരെ അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും. ഒരു വർഷം കംപ്ലീറ്റ് ആയിട്ട് 7th മുതൽ 10th വരെ പഠിക്കാനുള്ള കുട്ടികൾക്ക് 999 ആണ് നമ്മുടെ ഫീസ് ഒരു വർഷത്തേക്ക്. വെറുതെ ഇതൊരു 999 ആയതുകൊണ്ട് എന്തെങ്കിലും പഠിപ്പിച്ചു പോകാന്നുള്ളതല്ല. കൃത്യമായിട്ടുള്ള ടീച്ചേഴ്സ് പ്രിപ്പയർ ചെയ്ത ടീച്ചേഴ്സിന്റെ സ്വന്തം സ്ലൈഡുകൾ കൊടുക്കും, സ്വന്തം നോട്ടുകൾ കൊടുക്കും, ലൈവായിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടാവും എല്ലാ ദിവസവും. അങ്ങനെ അവരെ പഠിപ്പിച്ച് റിസൾട്ട് ആക്കി അടിപൊളിയാക്കി കൊടുക്കും. ഞങ്ങൾ കൊടുക്കുന്ന ഒരു വാഗ്ദാനം എന്ന് പറയുന്നത് ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ പവർഫുൾ ആയിട്ട് മുഴുവൻ കുട്ടികൾക്കും കൊടുക്കാം. ഹലോ എവ്രിവൺ, എല്ലാവർക്കും നമസ്കാരം ആൻഡ് വെൽക്കം ടു ബിഹൈൻഡ് ദ ബ്രാൻഡ്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്, കാരണം നെക്സ്റ്റ് വീക്ക് മുതൽ നമ്മുടെ കുട്ടികളെല്ലാം വീണ്ടും സ്കൂളിലേക്ക് മടങ്ങുകയാണ്. +2 10th ഒക്കെ റിസൾട്ടൊക്കെ വന്ന് അതിന്റെ ചൂടൻ ചർച്ചകളൊക്കെ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു. നീറ്റ് ജെയുടെ ഒക്കെ പ്രിപ്പറേഷനുകളും അതിന്റെ ഒരുക്കങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളം മൊത്തം ഇനി പഠിത്തത്തിന്റെ ഒരു ബിസിയിൽ നിൽക്കുമ്പോൾ അതിന് അനുയോജ്യമായ 3 വ്യക്തികളെയും കൊണ്ടാണ് ബിഹൈൻഡ് ദ ബ്രാൻഡിൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. സോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഫ്യൂച്ചർ പവേർഡ് ബൈ ഗോകുലത്തിന്റെ ഡയറക്ടേഴ്സ് ആൻഡ് ഫൗണ്ടേഴ്സ് ആയ ലിനീഷ്, ജാബീർ ആൻഡ് അഷിമ, നമസ്കാരം ആൻഡ് വെൽക്കം ടു ദ ബിഹൈൻഡ് ദ ബ്രാൻഡ്. നെക്സ്റ്റ് വീക്ക് തൊട്ട് കുട്ടികളെല്ലാം സ്കൂളിലൊക്കെ പോകാനൊക്കെ ഇങ്ങനെ തുടങ്ങുകയാണ്. ഇനി നിങ്ങളുടെ കൈകളിലേക്കാണ് മാതാപിതാക്കൾ ഏൽപ്പിക്കാൻ പോകുന്നത്. ആ ഉത്തരവാദിത്തത്തെ നിങ്ങൾ എങ്ങനെയാ നോക്കി കാണുന്നത്? ആര് പറയും? ലേഡീസ് ഫസ്റ്റ് ആയിക്കോട്ടെ അല്ലേ? ലേഡീസ് ഫസ്റ്റ്. അതൊരു വലിയ ഉത്തരവാദിത്തമാണ്. അതെനിക്ക് തോന്നുന്നു പാരന്റ്സിന് ഉള്ള പോലെ തന്നെ ഈക്വലി നമ്മളും റെസ്പോൺസിബിൾ ആണ് അതിന്. പക്ഷെ ഭയങ്കര ആൻഷ്യസ് ആയിട്ട് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടൊന്നും അതിനെ കാണാതെ നമുക്ക് കുറച്ചും കൂടി, ഇപ്പൊ നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ക്ലാരിറ്റി വേണം. അതായത് ഫ്യൂച്ചറിൽ എന്താ ചെയ്യേണ്ടത് എന്നുള്ള ക്ലാരിറ്റി വേണം എന്ന് പറയുമ്പോഴും ഒരുപാട് പേർക്ക് അത് ഉണ്ടാവണം എന്നില്ല. ആൻഡ് എപ്പോഴും നമ്മൾ വിചാരിക്കും ഡോക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയർ എന്നുള്ളത് കുറെ കാലം നമ്മൾ കേട്ടു. പിന്നെ എല്ലാവരും അത് വേണ്ട, അതിന്ന് മാറി നമുക്ക് ചിന്തിക്കാമെന്ന് പ്ലാൻ ചെയ്തു തുടങ്ങി. പക്ഷെ വീണ്ടും നമ്മൾ മനസ്സിലാക്കുന്നത് ഈ 2 ജോലി അല്ലെങ്കിൽ ഈ 2 ഓപ്ഷൻസ് ആണ് നമുക്ക് മെയിൻ സ്ട്രീമിൽ ഉള്ളതെന്നാണ്. അതിനുവേണ്ടി മാത്രമാണ് നീറ്റ് അല്ലെങ്കിൽ JEE എന്ന് കരുതുന്നവരുണ്ട്. അവയർനെസ് ഇല്ലാത്തത് കൊണ്ടാവാം. പക്ഷെ ഈ എക്സാംസിലൂടെ അത് മാത്രമല്ല എന്നും ഒരു ലോകം തന്നെ ഉണ്ടെന്നും വേറെ പല ടൈപ്പ് കോഴ്സുകൾ ഉണ്ടെന്നും ഒക്കെ മനസ്സിലാക്കി ഈ എക്സാംസിനെ പറ്റിയൊക്കെ അറിഞ്ഞിട്ട് നമ്മൾ ഇതെഴുതി നമുക്ക് എന്തൊക്കെയാണ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് എന്നൊക്കെ ബേസിക്കലി അവയർനെസ് ഉണ്ടെങ്കിൽ ഈ സ്ട്രെസ് ഒന്നും ഇല്ലാതെ നമുക്ക് എന്ത് റിസൾട്ട് വന്നാലും നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് അവെയർ ആവുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. നമ്മളിപ്പോ ഒരു വർഷം ആരംഭിക്കുന്ന സമയത്ത് മെജോറിറ്റി ആളുകൾ ഒരു ഡിസിഷൻ എടുക്കും, ഇനി മുതൽ ഞാൻ വൃത്തിയിൽ പഠിക്കും, വെൽ പ്ലാൻഡ് ആയിരിക്കും, ഭയങ്കരമായിട്ട് അന്ന് പഠിക്കും. എല്ലാ കുട്ടികളും ആദ്യത്തെ പോകുന്ന സമയത്ത് ഈ ഒരു പ്ലാനിങ്ങോട് കൂടി ആയിരിക്കും പോകുന്നുണ്ടാവും. അല്ലെങ്കിൽ ഇപ്പോ ഏകദേശം യെസ് ഇനി അങ്ങോട്ട് എന്നുള്ള ഒരു പ്ലാൻ ആയിരിക്കും ഉണ്ടാവും. പക്ഷെ ഇതിങ്ങനെ ഗ്രാജുവലി ഇങ്ങനെ
ഡീവിയേറ്റ് ചെയ്ത് പോയി പല വഴിയിലേക്ക് പോകും. അപ്പൊ എല്ലാ ആളുകളോടും ഒരു അക്കാഡമിക് ഇയർ തുടങ്ങുന്ന സമയത്ത് പറയാനുള്ളത്, ഈ എടുത്ത ഡിസിഷനെ പരിപൂർണമായിട്ടും ഒരു അക്കാഡമിക് ഇയർ ത്രൂ ഔട്ട് കൊണ്ടുപോകാൻ പറ്റിയാൽ അടിപൊളി റിസൾട്ടുമായിട്ട് അടുത്തൊരു നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റും. അപ്പൊ ഓരോ ക്ലാസ്സിലുള്ള കുട്ടികളായിരിക്കും. അപ്പൊ ഓരോ ക്ലാസ്സിലും അതിന്റെ അടുത്ത ഹയർ ലെവലിലേക്ക് പോകുന്ന സമയത്ത് ഭയങ്കര യൂസ്ഫുൾ ആയി മാറും. ഓക്കെ. ഇപ്പൊ നമ്മളോട് എല്ലാരും പറയുന്നത് നമുക്കൊരു ക്ലാരിറ്റി ഉണ്ട്. ഇപ്പം മാം പറഞ്ഞ പോലെ തന്നെ എല്ലാരും പറയുന്നത് എന്താ, നിങ്ങൾക്കേ ഒരു ബോധം വേണം എന്താണ് ആയി തീരേണ്ടത്. പക്ഷെ നമുക്ക് പ്ലസ് ടുവിൽ വെച്ച് അതാവണം ഇതാവണം അങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ആണ്. അപ്പൊ ആ ഒരു കൺഫ്യൂഷൻ സ്റ്റേജ് എങ്ങനെ മാറ്റേണ്ടത്? അത് ആക്ച്വലി നമ്മളൊരു മിഥ്യാധാരണയാണ് കുട്ടികൾക്ക്, നമ്മുടെ ഇപ്പോഴത്തെ പുതിയ നമ്മൾ വിളിക്കുന്ന ഈ ന്യൂജൻ കുട്ടികൾക്ക് ഇതിനെപ്പറ്റി ധാരണയില്ല എന്ന് നമ്മുടെ ഒരു വിദ്യാധാരണയാണ്. അവർക്ക് അത്യാവശ്യം ക്ലാരിറ്റി കാര്യങ്ങൾക്കുണ്ട്. പക്ഷെ പലപ്പോഴും ഇത് ഏത് വഴിയിലൂടെ പോയാൽ ഇവിടെ എത്തിച്ചേരുന്നു എന്ന് പലപ്പോഴും അവർക്ക് ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ട്. സ്വാഭാവികമായും അതിന് പിന്നെ എന്താണ് സഹായം ചെയ്തു കൊടുക്കേണ്ടത് അവരുടെ അധ്യാപകരും അതുപോലെ പാരന്റ്സും പിന്നെ സൊസൈറ്റിയും ഒക്കെ തന്നെയാണ്. അപ്പോൾ ആ രൂപത്തിൽ ഉള്ള ധാരാളം ഇപ്പൊ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ ധാരാളം പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇന്ത്യയിലുണ്ട്. അപ്പോൾ IIT-കൾ ഒരുപാടുണ്ട്, എയിംസ് പോലത്തെ ഒരു വലിയ വലിയ ഐസർ, പിന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ, ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, അത് വേൾഡ്, അത് ലോകം തന്നെ വീക്ഷിക്കുന്ന ഒരുപാട് പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഒരു നാടാണ് പിന്നെ ഫോർച്യൂനേറ്റ്ലി ഇന്ത്യ. അപ്പോൾ അവിടേക്ക് എങ്ങനെ എത്തിച്ചേരാം എന്നുള്ളതിൻ്റെ ഒരു കൃത്യമായ മാർഗരേഖ പലപ്പോഴും നമ്മൾ കുട്ടികൾക്ക് അറിയില്ല എന്നതാണ് അതിന് കാരണം. അല്ലാതെ അവർക്ക് എന്തായിത്തീരണം എന്നുള്ള ഒരു ജനറൽ പാഷനൊക്കെ നോർമലി എല്ലാ കുട്ടികൾക്കും ഉണ്ട്. അത് ആക്ച്വലി എന്താ പറയുക, പലപ്പോഴും അത്തരം പാഷൻ ഉണ്ടാക്കി തീർക്കുന്നവരുടെ അധ്യാപകരായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ആയിരിക്കാം, പലതും ആയിരിക്കാം. എന്നാൽ കുട്ടികൾക്ക് ധാരണയെല്ലാം ഉണ്ട്. അവരൊന്ന് ചാനലൈസ് ചെയ്യുക എന്നുള്ളതാണ് നോർമലി മറ്റുള്ള ആളുകൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് എനിക്ക് ആ കാര്യത്തിൽ തോന്നിയത്. ഓക്കെ. ഇപ്പൊ പൊതുവേ നമുക്ക് എല്ലാവരുടെ ഒരു ധാരണ ഇങ്ങനത്തെ ഈ ഒരു കോച്ചിങ് സെന്ററിലൊക്കെ എക്സ്ട്രാ പൈസ ഒക്കെ കൊടുത്ത് പഠിക്കുന്നവർ ഭയങ്കര ബുദ്ധിജീവികൾക്ക് മാത്രമേ അങ്ങനെയൊക്കെ പഠിക്കാൻ പറ്റുള്ളൂ. ഇപ്പം ഒരു നോർമൽ ഒരു ആവറേജ് ലെവലിൽ നിൽക്കുന്ന കുട്ടികളൊക്കെ അത് നമുക്ക് പറ്റിയതല്ല. കുറച്ചും കൂടെ എപ്പോഴും നല്ല ആക്റ്റീവായിട്ട് അല്ലെങ്കിൽ എന്താ ഭയങ്കര സ്റ്റുഡിയോസ് ആയിട്ട് ഇരിക്കുന്നവർക്ക് മാത്രമാണ് ഇങ്ങനത്തെ സ്ഥാപനങ്ങളൊക്കെ അവർക്ക് മാത്രമേ പ്രയോജനമുള്ളൂ. അങ്ങനെ സത്യത്തിൽ അങ്ങനെ ആണോ? ആ സ്ഥാപനങ്ങൾ അവർക്ക് വേണ്ടി മാത്രമുള്ളതാണോ? തീർച്ചയായിട്ടും അല്ല എന്ന് തന്നെയാണ് നമ്മുടെ മറുപടി. എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ഈ കുട്ടികളെ വിലയിരുത്തുന്നതിൽ നമുക്ക് ജനറലി പറ്റുന്നൊരു തെറ്റുണ്ട്. അത് പലപ്പോഴും ഇത്തരത്തിലുള്ള ഈ +2 റിസൾട്ട് വരുന്നു, SSLC റിസൾട്ട് വരുന്നു, ഇതിന്റെ എല്ലാ മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പലപ്പോഴും നമ്മളൊരു കുട്ടിയെ അനലൈസ് ചെയ്യുന്നത്. ഒരു പുതിയ കുട്ടി എന്ന് പറയുന്നത് ഒരുപാട് പരത്തി എഴുതാൻ താല്പര്യമില്ലാത്തൊരു കുട്ടിയാണ്. അവന് പലപ്പോഴും ഒരു ഡിസ്ക്രിപ്റ്റീവ് സ്റ്റൈൽ എക്സാമിനേഷൻ മാർക്ക് കുറയാം. പക്ഷെ നമ്മളൊരു കോമ്പറ്റീവ് ലെവൽ എക്സാമിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് അതിന്റെ ഭയങ്കര ഒരു വേറിട്ട ചിത്രമാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത്. കാര്യം ഇത്തരത്തിലുള്ള +2 അതുപോലെ തന്നെ SSLCക്കൊന്നും പലപ്പോഴും നമ്മൾ പറയുന്ന വലിയ മാർക്കില്ലാത്ത കുട്ടികളൊക്കെ ഒരുപാട് മുന്നേറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് പലപ്പോഴും കാണാറുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കുട്ടികൾ, ഞാൻ പറഞ്ഞു, ഓരോ കുട്ടിയും യുണീക്കാണ്. ആ കുട്ടിക്ക് ധാരാളം കഴിവുകളുണ്ട്. ആ കഴിവിനെ മാക്സിമം ചാനലൈസ് ചെയ്ത് കൊണ്ടുപോകുക. ഒരു കാര്യം കൂടി ആഡ് ചെയ്യാൻ, നമ്മളിപ്പോൾ 10th ഒക്കെ വരെ നമ്മൾ എടുക്കുന്ന സമയത്ത് അവര് 10 സബ്ജക്ട് പഠിക്കുന്നുണ്ട്. സ്റ്റേറ്റിലാണെങ്കിൽ CBSE-യിലാണെങ്കിൽ 6 സബ്ജക്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി 11th വരുന്ന സമയത്ത് അവർ കുറച്ചുകൂടി അവരുടെ ഫീൽഡിലേക്ക് കുറച്ചുകൂടി സെലക്റ്റീവ് ആവുകയാണ്. അപ്പൊ കുറച്ചുകൂടി കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഫോക്കസ്ഡ് ആവാൻ പറ്റും. ഇനി അത് കഴിഞ്ഞ് 12th ശേഷമായിരിക്കും അവരിപ്പം പ്ലാൻ ചെയ്യുന്ന, അല്ലെങ്കിൽ ചില ആളുകൾ 10th ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടാവും, എൻ്റെ മൈൻഡിൽ ഡോക്ടറാണ്, അല്ലെ എഞ്ചിനീയർ ആണ്, അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും ഒരു ലക്ഷ്യത്തിലേക്കാണ് എത്തുന്നത്. അപ്പൊ കുറച്ചുകൂടി അവർക്ക് അതിലൂടെ ഫോക്കസ് ചെയ്ത് പോകാൻ പറ്റും. അപ്പൊ സാറ് പറഞ്ഞ പോലെ തന്നെ ആ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ളതല്ല, ഒരു ഒബ്ജക്റ്റീവ് ലെവലിലേക്ക് വരുന്ന സമയത്താണ് ശരിക്കും ഒരാളുടെ പൊട്ടൻഷ്യൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം CBSE ഒക്കെ തന്നെ എക്സാം പോലും ഇപ്പം കൂടുതൽ ഒബ്ജക്റ്റീവ് ചോദ്യങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ എനിക്ക് തോന്നുന്നു 10th +2 ഒക്കെ ആകുമ്പോഴത്തേനായിരുന്നു CBSE ഒബ്ജക്റ്റീവ് ടൈപ്പ് പിടിച്ചിരുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു 7th സ്റ്റാൻഡേർഡ് ഓൺവേഴ്സ് ആ ഒരു ടൈപ്പ് തന്നെ വരുന്നുണ്ട്. വേറെ ഇപ്പം ഞാൻ ഇങ്ങനെ അറിഞ്ഞ് കേട്ടിട്ടുണ്ട്, അവർക്കൊക്കെ ഇങ്ങനത്തെ ഇപ്പൊ ഫ്യൂച്ചർഡ് ബൈ ഗോകുലം അങ്ങനത്തെ നല്ല സ്ഥാപനങ്ങളിൽ പോയി പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ പേരൻസ് മുന്നത്തെ അക്കാഡമിക് ഇയർ കമ്പയർ ചെയ്യും, നിന്നെ വിട്ടിട്ട് ശരിയല്ല, വെറുതെ പൈസ കളയും, അല്ലെങ്കിൽ അങ്ങനെ കമ്പയർ ചെയ്തിട്ട് താല്പര്യപ്പെട്ടിട്ടും പോകാതിരിക്കുന്നവരും ഉണ്ട്. എന്ന് വെച്ചാൽ കുട്ടികൾക്ക് താല്പര്യം ഉണ്ടാവും, പക്ഷെ പേരൻസ് പറയുന്നത് നിന്നെ കൊണ്ട് പറ്റത്തില്ല, അല്ലെങ്കിൽ അവർ കമ്പാരിസൺ വരും. അപ്പൊ അങ്ങനെയുള്ള പേരൻസിനോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? എപ്പോഴും കമ്പാരിസൺ എന്ന് പറയുന്നത് ആ ഒരു വാക്ക് പോലും നമ്മൾ ശരിക്കും ഉപയോഗിക്കരുതെന്നാണ് ഞങ്ങളുടെ ഒരു പക്ഷം. കാരണം ഒരു ക്ലാസ്സിൽ ഇരിക്കുന്ന കുട്ടിയാണെങ്കിൽ നമ്മൾ എപ്പോഴും പറയാറുള്ളത്, തൊട്ടടുത്തിരിക്കുന്ന ആളുമായിട്ട് കമ്പയർ ചെയ്യേണ്ട ആളല്ല. കാരണം അടുത്തിരിക്കുന്ന ആളുടെ പൊട്ടൻഷ്യൽ അല്ല ഇയാൾക്ക് ഉണ്ടാവുക. അപ്പം നമ്മളുടെ എന്താണോ പ്രീവിയസ് ആയിട്ടുള്ള നമ്മുടെ ഒരു സ്കോർ, ആ സ്കോറിനോടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കോമ്പീറ്റ് ചെയ്യേണ്ടത്. അപ്പൊ എപ്പോഴും എന്ന് വെച്ചാൽ അവരോട് തന്നെ മത്സരിച്ച് അവരെ ഓരോ ഡേ ബൈ ഡേ അവര്
പ്രോഗ്രസീവ് ആയിട്ട് വരുന്നു, ആ റിസൾട്ടിലേക്കാണ് നമുക്ക് പോകേണ്ടത്. കാരണം നമ്മളെപ്പോഴും നമ്മളെ വീട്ടിലൊക്കെ തന്നെ നമുക്ക് എപ്പോഴും തന്നെ നമ്മളെ ഏറ്റവും വലിയ ശത്രുക്കൾ എന്ന് പറയുന്നത് നമ്മളെ കുടുംബക്കാരും നമ്മുടെ അയൽവാസികളൊക്കെ ആയിരിക്കും. എപ്പോഴും നമ്മൾ അവരെ വെച്ചിട്ടായിരിക്കും, നീ അവരെ നോക്കി പഠിക്കടാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് നമ്മുടെ പാരന്റ്സ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ എപ്പോഴും വെച്ചാൽ അത് കേൾക്കുമ്പോൾ തന്നെ ആ ആളോട് പോലും നമുക്ക് എന്ത് ചെയ്യും, ഒബ്വിയസ്ലി ഒരു ദേഷ്യം വരും. ഒരിക്കലും ആ ഒരു കമ്പാരിസൺ പോകരുത്. അത് തന്നെയാണ് നമ്മൾ സ്ഥാപനത്തിന്റെ കേസിലും പറയാനുള്ളത്. ഒരു സ്ഥാപനത്തിനെ കമ്പയർ ചെയ്യുന്നത് എപ്പോഴും പറഞ്ഞാൽ അതിന്റെ വർക്ക് എങ്ങനെയാണെന്ന് അസസ് ചെയ്തിട്ടാണ്. അതിലുള്ള ടീച്ചേഴ്സ് ആണ്, അല്ലെങ്കിൽ അതിലുള്ള മെറ്റീരിയൽസ് ആണ്, അതിലുള്ള ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്നുള്ളതാണ് നമ്മൾ എപ്പോഴും അനലൈസ് ചെയ്യേണ്ട കാര്യങ്ങൾ. അതിൽ ആഡ് ഓൺ ചെയ്തിട്ട് ഈ ഒരു കമ്പാരിസൺ അല്ലെങ്കിൽ ഇങ്ങനെ പോണം എന്നൊരാഗ്രഹം കുട്ടി പറയുമ്പോഴത്തേക്കും നിനക്കത്ര മാർക്കൊന്നും ഇല്ലല്ലോ, അപ്പൊ പിന്നെ ഈ വഴിക്ക് പോണോ, ഇത്രയും പൈസ ചെലവാക്കി ഇത് വേസ്റ്റ് ആവോ, അത് ചോദിക്കുമ്പോഴത്തേക്കും അങ്ങനെ ഏറ്റവും കൂടുതൽ പറയാ വീട്ടിലുള്ളവരും കുടുംബക്കാരും ആയിരിക്കും. അതായിരിക്കും. അപ്പൊ നമുക്ക് ആസ് എ പ്ലാറ്റ്ഫോം ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാരന്റ്സിന് കൗൺസിൽ ചെയ്യാം, നമുക്ക് പറഞ്ഞു കൊടുക്കാം. അതായത് ഇതിന് എന്ത് ചെയ്യേണ്ടതില്ല, കഴിഞ്ഞു പോയ മാർക്കുകളോ അതിനെ പറ്റിയൊന്നുമല്ല, നമ്മൾ ഇനി അങ്ങോട്ട് എത്ര എഫേർട്ട് ഇടുന്നു അതിനനുസരിച്ചാണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന മാർക്കെന്നും അവയർനെസ് കൊടുക്കുക. അതായത് ഏറ്റവും ടോപ്പ് മാർക്ക് വന്നാൽ ഡോക്ടർ ആവാം, അതിന്റെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ വേസ്റ്റ് ആണെന്ന് അല്ല, വേറെ ഓപ്ഷൻസ് ഉണ്ടെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാം. കുട്ടിക്ക് ശരിക്കും അതാണോ പാഷൻ എന്ന് കുട്ടി കുറച്ച് ട്രൈ ചെയ്ത് നോക്കട്ടെ, ഇതിനെപ്പറ്റി പഠിച്ചു നോക്കട്ടെ, എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, ഫിസിക്സിൽ എന്തൊക്കെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്, ഓരോ സബ്ജക്ട് വൈസ് എന്തൊക്കെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നൊക്കെ അറിഞ്ഞു വരുമ്പോൾ ചിലപ്പോ അത് അവരുടെ ഒരു പാഷൻ കുറച്ചുകൂടി റിഫൈൻഡ് ആവും. അപ്പൊ പാരന്റ്സിനും ഒരു ഐഡിയ ഉണ്ടാവും, ഓക്കെ ഈ കുട്ടിക്ക് ശരിക്കും പാഷൻ ഉണ്ട്, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാനുള്ള കോൺഫിഡൻസ് ചിലപ്പം കുട്ടിക്കും കിട്ടും പാരന്റ്സിനും കിട്ടും. അത് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. ഇതാണ് വഴി എന്ന് പറഞ്ഞു കൊടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്താൽ ഈ ഒരു സ്ഥലത്തേക്ക് എത്താമെന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും ഓക്കെ അതിന് ഞാൻ റെഡി ആണോ എന്നുള്ളത് മാത്രം പിന്നീട് അവർ ചിന്തിച്ചാൽ മതി. പലപ്പോഴും ഇപ്പോൾ നമ്മളെ ഫ്യൂച്ചർ പവർഡ് ബൈ ഗോകുലം നമ്മുടെ ടീം ഒരുപാട് ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു 20-25ഓളം വെബിനാറുകൾ നടത്തി കഴിഞ്ഞു. അപ്പൊ അതിലൊക്കെ നല്ല പാർട്ടിസിപ്പേഷൻ. അപ്പൊ അതിലൂടെ നമ്മൾ തീർച്ചയായിട്ടും ഒരു സമൂഹത്തിന് അവയർനെസ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒബ്വിയസ്ലി ഇത് എനിക്ക് തോന്നുന്നു മിക്കവാറും എല്ലാ സ്കൂളുകളിലും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട്. അത് കുറച്ചുകൂടി ഒന്ന് അഗ്രസീവായി ഇത്തരത്തിലുള്ള നമ്മുടെ കേരളത്തിലുള്ള മുഴുവൻ സ്കൂളുകളും ഇത്തരത്തിലുള്ള അവയർനെസ് പാരന്റ്സിന് കൊടുത്താൽ കുറച്ചുകൂടി എന്തായിരിക്കും പാരന്റ്സിനും കുട്ടികൾക്കും ഇതിനൊരു ക്ലാരിറ്റി കിട്ടും. അപ്പൊ ഈ കമ്പാരിസൺ ഇപ്പൊ ഒരു കുട്ടിയോട് സമൂഹം അല്ലെങ്കിൽ പാരന്റ് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹം എന്ന് പറഞ്ഞാൽ അത് ഈ മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യുന്നത് തന്നെയാണ്. കാര്യം ഭയങ്കര എക്സ്ക്ലൂസീവ് നമ്മളെ മക്കളല്ല, ഭയങ്കര പൊട്ടൻഷ്യൽ ഉള്ള കുട്ടികളാണ്. ഓരോന്നിലെ കഴിവുകൾ ഡിഫറെന്റ് ആയിരിക്കുന്നത് മാത്രമാണ്. അപ്പൊ അപ്പുറത്തുള്ള ഒരാള് പറ്റി ഈ കുട്ടിയോട് ഒരിക്കലും എന്ത് ചെയ്യാണ്, നീ പാട്ട് പാടുന്നില്ലേ, അവൻ പാട്ട് പാടുന്നില്ല, നീ എന്താ പാട്ട് പാടാത്തെന്ന് ചോദിക്കുന്നത് പോലെ തന്നെയാണ് അവൻ പഠിക്കുന്നില്ല നീ പഠിക്കാത്തെന്ന് ചോദിക്കുന്നത്. എല്ലാം ഇതേപോലെയുള്ള ഡിഫറെന്റ് ആയ മനുഷ്യന്റെ കഴിവുകളാണ്. അപ്പൊ നമ്മളെ കുട്ടിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ കുട്ടിക്ക് എത്തരത്തിലുള്ള ഫെസിലിറ്റീസ് എല്ലാം കൊടുക്കാൻ പറ്റുമെന്ന് നോക്കി അത് മാക്സിമം കിട്ടുന്ന സ്ഥലങ്ങളിലേക്ക് കുട്ടികളെ പറഞ്ഞയക്കുക എന്നുള്ളതാണ് ആക്ച്വലി ഒരു പാരന്റ് ചെയ്യേണ്ടത്. അതിന്റെ കൂടെ ഒന്നുകൂടെ ആഡ് ഓൺ ചെയ്യുക. കാരണം പ്ലസ് 2 ഇപ്പോൾ നമ്മളൊരു നീറ്റ് റിസൾട്ട് പരിശോധിക്കുന്ന സമയത്ത് ഇപ്പൊ +2 കഴിഞ്ഞ് +2 നിന്നും ഫുൾ മാർക്ക് വാങ്ങി വന്ന കുട്ടിയും ഒരു 80% അല്ലെ 70% സ്കോർ ചെയ്ത് വന്ന കുട്ടിയൊക്കെ ഈ എക്സാമിനേഷന് പോയിട്ടുണ്ട്. അപ്പൊ നമ്മളെല്ലാരും മനസ്സിലാക്കുന്നത് ആ ഫുൾ സ്കോർ ചെയ്ത കുട്ടി നീറ്റ് ക്രാക്ക് ചെയ്യാതിരിക്കാം. ഇതേ പോസിബിലിറ്റി ആർക്കും ഉണ്ട്, ഈ 80% കിട്ടിയ കുട്ടികളുണ്ട്. കാരണം ആരാണോ അതിനുശേഷം നന്നായിട്ട് പെർഫോം ചെയ്ത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് അങ്ങനെ ഒരുപാട് കുട്ടികളെ നമുക്കറിയാം. മാർക്ക് വളരെ സ്കോർ കുറഞ്ഞിട്ടുള്ള കുട്ടികൾ അതിനുശേഷം വന്ന് പഠിച്ചു റിസൾട്ട് ആവുന്നു. നമുക്കറിയാം. നമ്മളിപ്പോ +2 മാർക്ക് നോക്കുന്നു, ഫുൾ A+ കിട്ടിയ എല്ലാവർക്കും ഇത്തരത്തിലുള്ള പരീക്ഷകൾ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒരു പരിശോധന നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കലി നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും എല്ലാ കുട്ടികളും എന്ത് ചെയ്യുന്നില്ല, ക്രാക്ക് ചെയ്യുന്നില്ല. കുറെ ആൾക്കാർ സാറ് പറഞ്ഞ പോലെ അജയ് പറഞ്ഞ പോലെ ക്രാക്ക് ചെയ്യുന്നുണ്ട്, കുറെ ആൾക്കാർ ക്രാക്ക് ചെയ്യുന്നില്ല. നേരെ മറിച്ച് ലോ മാർക്കുള്ള കുറെ കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ക്രാക്ക് ചെയ്യുന്നുണ്ട്. അത് ഡിപ്പെൻഡ്സ് ഓൺ ദാറ്റ് എക്സാം ആണ്. കുട്ടി എങ്ങനെ എക്സാമിനെ ഈ ഒരു ഒബ്ജക്റ്റീവ് എക്സാമിനെ എങ്ങനെ കാണുന്നു, കുട്ടി എങ്ങനെ പ്രിപ്പയർ ചെയ്തു എന്നുള്ളത് തന്നെയാണ് കുട്ടി ഇത്തരത്തിലുള്ള കോമ്പറ്റീറ്റീവ് എക്സാമിന് വിജയിക്കാനുള്ള റീസൺ എന്ന് പറയുന്നത്. എനിക്ക് ഈ പോയിന്റ് ഇപ്പൊ ഇത് കേട്ടോണ്ടിരിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് അവരുടെയൊക്കെ മനസ്സിൽ വെച്ചാൽ 10th ഫുൾ A+ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ 12th ഫുൾ A+ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇങ്ങനത്തെ നീറ്റ് ജെയിനെ പോലത്തെ ഉള്ള എക്സാം എഴുതാൻ പറ്റുള്ളൂ. നമ്മുടെ ടീച്ചിങ് എക്സ്പീരിയൻസിൽ ശരിക്ക് ചില സബ്ജക്ട് ഫെയിലായി പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മളെ കൂടെ പഠിച്ച് നീറ്റ് ക്രാക്ക് ചെയ്ത എത്രയോ കുട്ടികൾ നമ്മുടെ പേഴ്സണലി ഓരോരുത്തർക്കും എക്സ്പീരിയൻസ് ഉള്ള കുട്ടികളുണ്ട്. കാരണം അതിനുശേഷം ആ കുട്ടി എങ്ങനെ പോകുന്നു എന്നുള്ളത് മാത്രമാണ് എന്ത് ചെയ്യുന്നത്,
അവരുടെ റിസൾട്ടിന് Result അത് പ്രീവിയസ് ഒരു മാർക്ക് വെച്ച് ആ കുട്ടിയുടെ ഭാവി പ്രവചിക്കുക എന്നുള്ളത് തികച്ചും അസാധ്യമായ ഒരു കാര്യമാണ്. അത് ജനറലി എല്ലാ ആളുകളും മനസ്സിലാക്കുന്ന ആ കുട്ടിയും പലപ്പോഴും കുട്ടികളും ഉണ്ടാവണോ എനിക്ക് ഇനി പറ്റില്ലേ അങ്ങനെ കുട്ടി ഒരു ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പറ്റും. ഒരു കുട്ടിക്ക് എപ്പോഴാണോ തന്റെ കഴിവിനെ തിരിച്ചറിഞ്ഞ് തുടങ്ങുന്നത് ആ നിമിഷം മുതൽ ആ കുട്ടിക്ക് അത് സാധ്യമാണ് എന്നുള്ളതാണ് നമ്മുടെ പ്രീവിയസ് പാഷനേറ്റ് എക്സ്പീരിയൻസ്. ആയിട്ട് വന്നു കഴിഞ്ഞാൽ ആ കുട്ടിയെ റിസൾട്ട് ആക്കാൻ പറ്റുന്നുള്ള പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു മാർക്കിന്റെ ക്രൈറ്റീരിയം വെച്ചിട്ടല്ല നമ്മൾ കുട്ടികളെ അഡ്മിറ്റ് ചെയ്യാൻ പോകുന്നത്. പഠിക്കാൻ താല്പര്യമുള്ള ഒരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിയുടെ സ്വപ്നത്തോടൊപ്പം സഞ്ചരിക്കാൻ ഫ്യൂച്ചർ പവേർഡ് ബൈ ഗോകുലം റെഡിയാണ്. ഇപ്പൊ ഈ ഫ്യൂച്ചർ പവേർഡ് ബൈ ഗോകുലം നമുക്ക് ആ വേർഡ് കേൾക്കുമ്പോ തന്നെ ഒന്ന് ഫ്യൂച്ചറിന് കേൾക്കുമ്പോ തന്നെ നമുക്ക് സന്തോഷമാണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും കോൺഫിഡൻസ് തരുന്ന ഒരു ബ്രാൻഡ് നെയിം അല്ലെ ഗോകുലം എന്ന് കേൾക്കുമ്പോൾ അതിലേറെ സന്തോഷമാണ്. അപ്പൊ പുതിയ സ്ഥാപനമാണ്. അപ്പൊ എന്തായാലും ഇപ്പൊ കുട്ടികളെ കമ്പാരിസൺ ചെയ്യണ പോലെ തന്നെ ഈ ഒരു മേഖലയിലേക്ക് വരുമ്പോ പേരൻസ് അല്ലേ കുറെ പേരുടെ അഭിപ്രായങ്ങൾ എടുത്ത് അല്ലെങ്കിൽ കസിൻസോ ഫ്രണ്ട്സോ ആരെങ്കിലും പഠിക്കുന്ന സ്ഥാപനം അവരവിടെ പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആരാണ് പാസ് ആയിരിക്കുന്നത് അല്ലെ നമുക്ക് ആ ചുറ്റുവട്ടത്തില് ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചവരാണ് പാസ് ആയേക്കുന്നത് അങ്ങനെ കമ്പയർ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം ഫ്യൂച്ചർ പവേർഡ് ബൈ ഗോകുലം നിങ്ങൾ എന്തൊക്കെയാണ് ഞങ്ങൾക്ക് തരുന്ന പ്രതീക്ഷകൾ അല്ലെങ്കിൽ പേരൻസിന് കൊടുക്കുന്ന ഒരു പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? ഒരു കാര്യം ഞാൻ പറയാം ആദ്യം തന്നെ. രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ഈ ഫ്യൂച്ചർ പവേർഡ് ബൈ ഗോകുലം എന്ന വാക്കിന് അല്ലെങ്കിൽ ആ പേരിന് ഒരു ചെറിയ കാലത്തെ വലുപ്പമേ ഉള്ളൂ. മീൻസ് ഇയർ കണക്കാക്കുകയാണെങ്കിൽ അങ്ങനല്ല, ഗോകുലത്തിന് ഒരുപാട് കാലത്തെ അതല്ല. ഫ്യൂച്ചറിന് ഒരുപാട് കാലത്തെ അതായത് വരുമ്പോ അതെ പറഞ്ഞു എന്താ ചോദിച്ചു കഴിഞ്ഞാല് നമ്മളാ വാക്ക് വെക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാര്യം ആയിട്ടുള്ളൂ. പക്ഷെ ഇവിടെ രണ്ട് കാര്യം. ഒന്ന് ട്രസ്റ്റ് ആണ്. അത് ഗോകുലം ഗ്രൂപ്പാണ്. ഗോകുലം ഗോപാലൻ കാര്യം ഗോപാലൻ സാർ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഇത്തരത്തിലുള്ള കേരളത്തിൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അത് ഏറ്റവും പ്രധാനപ്പെട്ട് പറയാവുന്നത് നമുക്ക് ഗോകുലം സ്കൂളുകളാണ്. ഇപ്പൊ ഗോകുലം സ്കൂളിന്റെ ഒക്കെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഇൻഫ്രയാണ് ഗോകുലം സ്കൂളുകൾക്കുള്ളത്. പക്ഷേ നമ്മൾ ടോട്ടലി കേരളത്തിലെ അതിന്റെ പിന്നെ +2 അല്ലെങ്കിൽ +1 അല്ലെങ്കിൽ 10th വരെയുള്ള അവരുടെ ക്ലാസ്സുകളുടെ ഫീസ് എടുത്ത് നോക്കിയാൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ കുറവാണ് ഗോകുലം സ്കൂളുകളുടെ ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള വളരെ ചുരുങ്ങിയ ഫീസിൽ മാക്സിമം കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു വിഷനുള്ള പിന്നെ ഗോപാലൻ സാറാണ് നമ്മുടെ ചെയർമാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ അതാണ് ട്രസ്റ്റ്. രണ്ടാമത് ഞാൻ പറഞ്ഞു വെക്കുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സ്ഥാപനത്തിന്റെ പേരിന്റെ വലുപ്പത്തിന് മീൻസ് കാലത്തിനപ്പുറം ഇതിലുള്ള അധ്യാപക കൂട്ടായ്മയാണ്. അതിൽ ഒരു 30-35 വർഷം തുടങ്ങി ഇങ്ങോട്ടുള്ള മുഴുവൻ അധ്യാപകരും ഇത്രയും കാലം ഈ ഫീൽഡിലുള്ള അധ്യാപകരാണ് നമ്മളെ മുന്നിൽ നയിക്കുന്നത്. അപ്പൊ ഈ പേരിന്റെ വലിപ്പം വളരെ കുറഞ്ഞ സമയം കൊണ്ടാണെങ്കിൽ പോലും ഇതിലുള്ള ആളുകൾ എന്ന് പറയുന്നത് ഈ പറയുന്ന എക്സ്പീരിയൻസ് ഉള്ള ഇപ്പൊ നമ്മുടെ ഹെഡ് എന്ന് പറയുന്നത് നമ്മുടെ അക്കാഡമിക് ഡയറക്ടർ എന്ന് പറയുന്നത് ഏകദേശം 35 വർഷത്തിലധികമായി ഈ എൻട്രൻസിന്റെ ഫീൽഡിലുള്ള ഒരാളാണ്. അടുത്ത നമ്മുടെ ഓഫ്ലൈൻ ഹെഡ് റിജിശങ്കർ സാറാണ്. സാറ് ആണെങ്കിൽ എന്താണ് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു കെമിസ്ട്രി ടീച്ചറാണ്. ഒബിയസ്ലി നമ്മുടെ ഇപ്പത്തെ മക്കളുടെ പേരൻസിനൊക്കെ വളരെ പിന്നെ ഈ നമ്മളൊരു ആഡ് മുഴുവൻ ടീച്ചേഴ്സും അതായത് കേരളത്തിൽ ഈ ഫീൽഡിൽ ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ആളുകളാണ്. അവരുടെ കുട്ടികളോ അല്ലെങ്കിൽ അവരുടെ കസിൻസോ അല്ലെങ്കിൽ അവരുടെ വീട്ടിലുള്ള ആളുകളാണ് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനൊരു ക്ലാരിറ്റി നമുക്ക് ഒരാൾക്കും കൊടുക്കേണ്ടതില്ല. കാരണം നമ്മൾ അവരെ പ്രൊജക്ട് ചെയ്യുന്നത് തന്നെ എന്തുകൊണ്ടാന്ന് വെച്ചാൽ കാരണം അവരറിയാത്ത ആളുകൾ ഈ ഫീൽഡിലില്ല. അതുപോലെ ഓൺലൈൻ്റെ ഹെഡ് എന്ന് പറയുന്നത് ഫമീൽ മുഹമ്മദ് സാറാണ്. സാർ അറിയാത്തവർ ആ ഫീൽഡിൽ സാർ അറിയാത്തവരാണ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത് ട്രസ്റ്റ് പ്ലസ് എക്സ്പീരിയൻസ് ആണ്. ട്രസ്റ്റ് ഗോകുലം ഗ്രൂപ്പ് ആൻഡ് എക്സ്പീരിയൻസ് നമ്മുടെ മുഴുവൻ ടീച്ചേഴ്സും എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു ഗ്രൂപ്പാണ് ഇതിന് മുന്നിലേക്ക് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു റെവല്യൂഷൻ തന്നെ എന്ത് ചെയ്യാം ഈ അക്സെപ്റ്റൻസ് നമുക്ക് ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് കിട്ടിയിട്ടുണ്ട്. കാരണം ഇപ്പൊ നമ്മളൊരു അഡ്മിഷൻ പ്രോഗ്രസ് നോക്കിക്കഴിഞ്ഞാലും നല്ല രൂപത്തിൽ അത് മുന്നോട്ട് പോകുന്നുണ്ട്. എവിടെ നോക്കിയാലും നമ്മൾ അറിയാത്ത ആളുകളില്ല ഇപ്പം. അപ്പം ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് എത്താൻ പറ്റിയത് ഈ പറയുന്ന കാര്യങ്ങൾ കൊണ്ട് ഇല്ല ഇതിൽ ഞാൻ ആഡ് ഓൺ ചെയ്യാനുള്ളത് ഇപ്പം രണ്ട് കാര്യങ്ങളെന്ന് ലിനീഷേട്ടൻ പറഞ്ഞെങ്കിലും പാരന്റ്സിന് ഈ പറഞ്ഞ പോലെ കമ്പാരിസൺ വരുമ്പോൾ വേറെ എന്താണ് ഒരു മെച്ചം അല്ലെങ്കിൽ എന്താണ് ഒരു പോസിറ്റീവ് എന്ന് പറയാനായിട്ട് നമ്മുടെ ഫീസ് തന്നെയാണ്. അതിലേക്ക് ഞാൻ പോയിട്ടില്ല. കാരണം വേറെ എങ്ങനെ കമ്പയർ ചെയ്താലും ആരുമായിട്ട് കമ്പയർ ചെയ്താലും അവരെക്കാളൊക്കെ അറ്റ്ലീസ്റ്റ് ഒരു 30-40% എങ്കിലും ഫീസ് കുറവാണ് നമ്മുടെ എല്ലാ കോഴ്സുകൾക്കും. അത് കേരളത്തിലുള്ള താരതമ്യമല്ല, ഓൾ ഇന്ത്യ ലെവലിൽ
ഇത്തരം ചെറിയ ഫീസ് വാങ്ങി ഒരു റിപ്പീറ്റർ കോഴ്സും അതുപോലെ തന്നെ സ്കൂളിംഗ് പ്രോഗ്രാം നടത്തുന്ന സ്ഥാപനം വേറെ ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ റിപ്പീറ്റർ ഫീസ് എന്ന് പറയുന്നത് 1 ഇയർ നമ്മൾ വാങ്ങുന്നത് 69,999 ആണ്. അത് വൺ ഹോൾ ഇയറിനുള്ള പേരിപ്പോ പിന്നെ അഷിമ പറഞ്ഞു കഴിഞ്ഞു. ഈ മീൻസ് ഫീസ് നിങ്ങളൊരു സ്ഥാപനത്തിലേക്ക് വിളിച്ചിട്ട് അവിടുത്തെ ഫീസ് എത്ര ചോദിച്ചാൽ ഫോൺ ത്രൂ പോലും പറഞ്ഞു തരില്ല സ്ഥാപനങ്ങൾ. നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ നമ്മുടെ ഫീസ് ഉറക്കെ പറയാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഭയങ്കര ട്രാൻസ്പെറന്റ് ആവണം കാര്യങ്ങൾ എന്നുള്ളത് തന്നെയാണ് അതിന്റെ കാരണം. ഞാൻ എപ്പോഴും പറഞ്ഞാൽ ഈ ക്വാളിറ്റിയിൽ നമ്മളൊരു മിഷനാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ഈ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഞങ്ങൾ നേരത്തെ പറഞ്ഞ നമ്മുടെ ടീച്ചേഴ്സ് ആണ്. ഓക്കെ, ഈ ക്വാളിറ്റിയിൽ നമ്മൾ എല്ലാ ആളുകൾക്കും അഫോർഡബിൾ ആയി. കാരണം നമ്മൾ പലപ്പോഴും എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഡ്രീം ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പോയി ഒരാൾ ഡോക്ടർ ആവണം അല്ലെങ്കിൽ ഒരു IIT പോയി പഠിക്കണം എന്ന് പറയുന്ന സമയത്ത് വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടൊക്കെ ഒരുപാട് കുട്ടികൾ അതിൽ നിന്നും വീട്ടിൽ നിന്ന് പറയാം അത് പഠിപ്പിക്കാനുള്ള പണമില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തി മറ്റൊരു ഓപ്ഷൻ സ്വീകരിക്കേണ്ട ഒരുപാട് കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മളെ ലൈഫിൽ തന്നെ കണ്ടിട്ടുണ്ട്. അപ്പം ആ സമയത്തൊന്നും നമുക്ക് പേഴ്സണലി ചെയ്യാൻ പറ്റാത്ത നമ്മളുടെ ലിമിറ്റേഷൻ ആയിരുന്നു. അത് നമുക്ക് ഓവർകം ചെയ്യണമെന്ന് നമ്മളുടെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ആഗ്രഹം കൂടിയാണ്. ഒരു പ്ലാറ്റ്ഫോമാണ്. ഇനി അത് മാത്രമല്ല, ഫീസിന്റെ കാര്യം വളരെ കുറഞ്ഞ ഫീസിനെ പറ്റി സംസാരിച്ചു കഴിഞ്ഞു. ഇനി മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് ഇപ്പോ സ്കോളർഷിപ്പ് ടെസ്റ്റുകൾ നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾമോസ്റ്റ് ഫ്രീ ആയിട്ട് തന്നെ പഠിക്കാൻ പറ്റുന്ന സാഹചര്യം. സ്കോളർഷിപ്പ് ടെസ്റ്റുകൾ പെർഫോം ചെയ്യുന്ന കുട്ടികൾക്ക് അതിനനുസരിച്ചുള്ള ഫീസ് ഇനിയും കുറയും. ഞാനിപ്പോ പറഞ്ഞ ഫീസ് ഇനിയും കുറഞ്ഞു പഠിക്കാനുള്ള ഓപ്ഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ പലരുടെ റിപ്പീറ്റ് ചെയ്യുന്നത് ഭയങ്കര മോശമായിട്ട് കാണുന്ന കുറച്ച് പേർക്ക് ഭയങ്കര ടെൻഷൻ പറയാനായിട്ട്, അയ്യോ നമുക്ക് അത്രയും കഴിവില്ലേ, ഇപ്പൊ ഒന്ന് ഫെയിൽ ആയ ഒന്നും കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ എനിക്ക് തോന്നുന്നു ഇനി ലൈക്ക് ഇതുപോലെ തന്നെ ഫാമിലി സറൗണ്ടിങ്സ് ഒക്കെ ഇങ്ങനെ പറയുന്നോണ്ടാണോ? അപ്പൊ അങ്ങനെയുള്ളവരുടെ എണ്ണം കൂടുതലാണോ? പെട്ടെന്ന് ഡ്രോപ്പ് ഔട്ട് സെക്കൻഡ് റിപ്പീറ്റിന് നിൽക്കാത്ത ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതുണ്ട്. അതായത് അവര് ചിലപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വന്ന് എഴുതിയിട്ട് കിട്ടുന്നില്ല, എന്നാ പിന്നെ ഒരു വർഷം കളയണ്ട എന്ന് പറഞ്ഞ് മറ്റു കോഴ്സുകൾക്ക് പോകുന്ന കുട്ടികളുണ്ട്. അതേസമയം 4-5 വർഷം റിപ്പീറ്റ് ചെയ്ത് എനിക്ക് നീറ്റ് ക്രാക്ക് ചെയ്തേ പറ്റൂ, എനിക്ക് ഡോക്ടർ ആയേ പറ്റൂ, അതും എനിക്ക് ഗവൺമെന്റ് കോളേജിൽ തന്നെ പഠിക്കണം, മെഡിക്കൽ കോളേജിൽ തന്നെ പഠിക്കണം എന്ന് പറയുന്ന കുട്ടികളും ഉണ്ട് ഒരു സൈഡില്. അപ്പോ അത് നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് ആണെന്നാ ഞാൻ പറയുക. അതായത് ഒരു വർഷം പോയി കഴിഞ്ഞാൽ ഭയങ്കര ലോസ് ആണെന്നും പ്രായമൊക്കെ ഭയങ്കരമായിട്ട് അങ്ങ് കൂടിപ്പോകുന്നും നമ്മൾ മറ്റുള്ളവരെക്കാളും പുറകോട്ടായി പോകുന്നും പറയുന്നിടത്ത് എനിക്ക് പറയാനുള്ളത് ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ ഒരു ടൈം ഉണ്ട്. അത് നമുക്ക് എന്താ പറയാ, ചിലപ്പം ചിലർക്കത് 5 വർഷം കൊണ്ടായിരിക്കും അത് ചെയ്യുക, അല്ലെങ്കിൽ ചിലർക്കത് 2 വർഷം കൊണ്ട് ശരിയാവുമായിരിക്കും. അപ്പം നമ്മള് ഡിറ്റർമിൻഡ് ആണെങ്കിൽ നമുക്കത് എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പം എന്താ പറയാ, ലിൻഷേട്ടൻ പറഞ്ഞ പോലെ തീരെ ബുദ്ധിമുട്ടായിട്ട് ഒട്ടും പറ്റാതെ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ എത്രയോ കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. അതായത് സ്കൂളിലൊന്നും കാണിക്കാത്ത പെർഫോമൻസ് നമ്മൾ ഈ പറഞ്ഞ പോലെ കോമ്പറ്റീറ്റീവ് എക്സാംസിൽ കാണിച്ച കുട്ടികൾ ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് അങ്ങനെയൊന്നും നമ്മൾ കാണേണ്ടതില്ല. പ്രായത്തിനെ നമ്മൾ മാറ്റി വെക്കുക. കാരണം ഇത് എന്ന് പറയുന്നത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ മാത്രമല്ല പ്രായം കൂടുക. ഇത് 5 വർഷം MBBS കഴിഞ്ഞാലും നമുക്കിപ്പം ഇപ്പോഴത്തെ കാലത്ത് ഒരു ഡോക്ടർ ആവാൻ പറ്റില്ല. അത് കഴിഞ്ഞ് നമ്മൾ MD ചെയ്യണം, അത് കഴിഞ്ഞിട്ട് ബാക്കി ഹയർ സ്റ്റഡീസിലേക്ക് പോകണം. അപ്പം എന്തായാലും നമ്മൾ ഒരു 10-12 വർഷം ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കുന്നതാണ്. അപ്പം അങ്ങനെ ചെയ്യുന്ന കുട്ടികൾ എന്തായാലും ഒരു വർഷം ചോയ്സ് ആണ്. നമ്മൾ ഒരിക്കലും ഒരു കുട്ടിയെ പോലും എന്ത് ചെയ്യാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ നിർബന്ധിക്കാറൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ച് നമ്മളെടുത്ത് വരുന്ന എല്ലാ കുട്ടിയും ആ വർഷം തന്നെ റിസൾട്ട് ആക്കാനുള്ള എല്ലാവിധ ഫെസിലിറ്റിയുമാണ് കുട്ടിക്ക് നമ്മൾ കൊടുക്കുന്നത്. ചില ആളുകൾക്ക് ഈ ഡോക്ടർ എന്ന് പറയുന്നത് MBBS ഡോക്ടർ ആവണം എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ള ഒരു പാഷനുള്ള ആളുകളുണ്ട്. ഇപ്പൊ ചില ആളുകളൊക്കെ ചില വർഷം എക്സാം എഴുതി ഇപ്പം BDS അല്ലെങ്കിൽ ആയുർവേദം ഏതെങ്കിലും കിട്ടിയ അഡ്മിഷനൊക്കെ എടുത്ത് പോയിട്ടുണ്ടാവും. പക്ഷെ ചിലപ്പം 2-3 വർഷത്തിന് ശേഷം അവർ വീണ്ടും വന്ന് MBBS തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു വരുന്ന കുട്ടികളുണ്ട്. നീറ്റ് എക്സാമിന് ഏജ് ലിമിറ്റ് ഇല്ലാത്തതുകൊണ്ട് എത്ര വയസ്സ് വരെ നമുക്ക് എഴുതാവുന്നത് കൊണ്ട് സൈക്കോളജി പഠിക്കാൻ പോയിട്ട്, അപ്പൊ എനിക്ക് അങ്ങനെ സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു. സൈക്കോളജി പഠിക്കാൻ പോയിട്ട് 3rd ഇയറിലും നീറ്റ് എഴുതിക്കൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ടായിരുന്നു. നഴ്സിംഗിന് പഠിക്കുന്നവർ വന്ന് എഴുതുന്നവരുണ്ട്. ഒരുപാട് കുട്ടികളുണ്ട്. ഇതുവരെ ഇല്ല, പക്ഷേ സാധ്യത ഉണ്ട് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. നമ്മുടെ ഫ്യൂച്ചറിൽ ഏതാണ് ഒരു ഹയർ ഏജ് കാറ്റഗറി എവിടം വരെ പോയിട്ടുണ്ടാവും? ഇനി ഒരു
ഫ്യൂച്ചർ പുതിയ സ്ഥാപനമാണ്. പക്ഷെ നമ്മളൊരു എക്സ്പീരിയൻസിൽ ഒരു 5 വർഷം വരെയൊക്കെ റിപ്പീറ്റ് ചെയ്ത കുട്ടി എനിക്കറിയാം. അതിൽ പലപ്പോഴും ഒരു 3-ാമത്തെ വർഷമൊക്കെ വീണ്ടും നമ്മുടെ അടുത്ത് തന്നെ വരുമ്പോൾ നമ്മൾ പറഞ്ഞത് വേറെ കോഴ്സുകളിലേക്ക് പോവാം, മീൻസ് അങ്ങനെയല്ല, നമ്മളത് നിരുത്സാഹപ്പെടുത്തുകയല്ല, വേറെ കോഴ്സിലേക്ക് പോകുന്നില്ല നല്ലത് നമ്മുടെ ഒരു ഭാഗത്ത് ചിന്തിക്കുമ്പോൾ. പക്ഷെ കുട്ടിക്ക് അത് തന്നെ ചെയ്യണം. അങ്ങനെ 5-ാമത്തെ വർഷം റിപ്പീറ്റ് ചെയ്ത് MBBS നേടിയ കുട്ടികളെ നമുക്കറിയാം. എൻ്റെ ഒരു അറിവ് ഒരു 5 വർഷം വരെ റിപ്പീറ്റ് ചെയ്ത കുട്ടികളുണ്ട്. പക്ഷെ ജെയിലേക്ക് കയറി വരുമ്പോൾ ഇപ്പൊ കുട്ടികളെ സംബന്ധിച്ച് ഏജ് ലിമിറ്റ് ഉണ്ട്. അഡ്വാൻസ് 2 പ്രാവശ്യം മാത്രമേ കുട്ടിക്ക് എഴുതാൻ പറ്റൂ. ആ എഴുതാൻ പറ്റുന്ന തന്നെ ഒരു പ്രാവശ്യം +2 പഠിക്കുമ്പോഴും തൊട്ട് അടുത്ത വർഷം. മെയിൻ 3 പ്രാവശ്യം എഴുതാൻ പറ്റൂ. പിന്നെ 12th പഠിക്കുന്ന സമയത്ത് നെക്സ്റ്റ് ഇയർ, അതിന്റെ അടുത്ത നെക്സ്റ്റ് ഇയർ, അങ്ങനെ ഒരു ഏജ് ലിമിറ്റ് ജെയെ സംബന്ധിച്ചുകൊണ്ട്. പക്ഷെ നീറ്റിലും അടുത്ത ഇയർ മുതൽ ആ രൂപത്തിലേക്കൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതിന്റെ ഡിസ്കഷൻസ് ഒക്കെ നടന്നുകൊണ്ട് ഇപ്പൊ സാറ് പറഞ്ഞപ്പോഴാണ് 5 വർഷവും റിപ്പീറ്റ് ചെയ്തത് നിങ്ങളുടെ സ്ഥാപനത്തിൽ തന്നെയാണ്. അപ്പൊ ഞാൻ മനസ്സിലാക്കണം എന്തോ ഒരു വിശ്വസ്തത നിങ്ങളുടെ. കാരണം 1 വർഷം കഴിഞ്ഞു 2 വർഷം റിപ്പീറ്റ്. നമ്മുടെ സ്ഥാപനത്തിൽ എന്ന് പറയുമ്പോൾ നമ്മൾ വ്യത്യസ്തമായ സ്ഥാപനം കൂടെ കടന്നു വന്ന ആൾക്കാരാണ്. ഇപ്പൊ നമ്മുടെ സ്ഥാപനത്തിൽ അല്ല, ഇപ്പൊ പുതിയ സ്ഥാപനമല്ല. നിങ്ങൾ എല്ലാരും കൂടെ ഒരു സ്ഥാപനത്തിലായതല്ലേ? ഇത്ര നാള് നിങ്ങൾ വേറെ വേറെ സ്ഥാപനത്തിലായിരുന്നു. ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു വന്നത്, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെല്ലാവരും ബേസിക്കലി ടീച്ചേഴ്സ് ആണ്. അപ്പൊ നമുക്ക് കുട്ടിയുടെ പൾസ് വളരെ കൃത്യമായിട്ട് അറിയാം. കുട്ടി എന്താണ് ചിന്തിക്കുന്നത്, കുട്ടിക്ക് എന്താണ് വേണ്ടത്. അപ്പൊ ഓരോ സമയത്തും കുട്ടിക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വളരെ കൃത്യമായി അറിയുന്ന ആൾക്കാരാണ് ഞങ്ങൾ എന്നുള്ളത് കൊണ്ട് കുറച്ചുകൂടി എന്താണ് പാരന്റ്സിന് ധൈര്യപൂർവ്വം കുട്ടികളെ ഞങ്ങൾ ഏൽപ്പിക്കാം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹാപ്പിനെസ് എന്താ? നിങ്ങളെ പഠിപ്പിച്ച കുട്ടികൾ ഇങ്ങനെ ക്രാക്ക് ചെയ്യുന്നതാണോ, അത് ഫാമിലിയിൽ ഒരാൾക്ക് ഒരു നീറ്റ് എക്സാം പാസ് ആവുന്നതാണോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്? നമ്മൾ പഠിപ്പിച്ച കുട്ടി പിന്നെ വന്നിട്ട് ആ പഠിപ്പിച്ചത് കൊണ്ട് നമ്മളിപ്പോ ഒരാളോട് നമുക്കൊരു ഇഷ്ടം വരുന്നത് അയാളെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടുമ്പോഴാണ്. തീർച്ചയായിട്ടും നമ്മളെ സ്ഥാപനത്തിൽ പഠിച്ച ഒരു കുട്ടി, അല്ലെ നമ്മൾ പഠിപ്പിച്ച ഒരു കുട്ടി പിൽക്കാലത്ത് നമ്മളെ കാണുന്ന സമയത്ത് നമ്മൾ ഐഡന്റിഫൈ ചെയ്താൽ, നമ്മളോട് ചിരിച്ചാൽ നമ്മളത് സന്തോഷത്തോടെ സ്വീകരിക്കും. അതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. കാരണം നമ്മളെ കാണുന്നവരോ ഇയാള് വരുന്നുണ്ടല്ലേ മാറിക്കളയാൻ നേരത്തെ പോകുന്നത് അതാണ് പ്രശ്നം. അപ്പം നമ്മളെ ഇഷ്ടത്തോടെ നമ്മളെ ഒന്ന് ചിരിച്ചാൽ തന്നെ നമുക്ക് വളരെ ഹാപ്പിയാണ്. ഫോർച്ചുനേറ്റ്ലി ഇപ്പോഴത്തെ എല്ലാ കുട്ടികളും നമ്മളെ കണ്ടാൽ ഓടി വന്ന് നമ്മൾ സ്നേഹം പങ്കുവെക്കുന്നവരാണെന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് ഭയങ്കര ഭാഗ്യമുള്ള. അതെ, ഇവരൊന്നും അങ്ങനെ നീറ്റ് ക്രാക്ക് ചെയ്ത ഡോക്ടേഴ്സ് ആയാൽ മാത്രമാണ് നമുക്ക് സന്തോഷം കിട്ടാനൊന്നും ഇല്ല. അവരുടെ ഡ്രീംസിനനുസരിച്ച് എത്താൻ പറ്റിയാൽ, അവര് ആഗ്രഹിച്ചെടുത്തേക്ക് എത്താൻ പറ്റിയാൽ തന്നെ നമുക്കത് വലിയ കാര്യമാണ്. 25 ലക്ഷം ആളുകളാണ് ഒരു ഏകദേശം നീറ്റ് പരീക്ഷ എഴുതുന്നതിൽ 50,000 തൊട്ട് 60,000 സീറ്റുകൾ വരെയാണ് ഉള്ളത്. അപ്പോൾ ഇതൊരു റിജക്ഷൻ എക്സാം ആണ്, ആക്ച്വലി സെലക്ഷൻ എക്സാം അല്ല. അപ്പൊ അത്രയും അതാണ് ഒരു 24 ലക്ഷത്തോളം ആളുകൾ റിജക്റ്റ് ആവുന്ന ഒരു എക്സാം ആണ് ഇത് സ്വാഭാവികമായിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ഇതിൽ എല്ലാ കുട്ടികളും വന്ന എല്ലാ കുട്ടികൾക്കും ഇത് കിട്ടുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് അതിനൊരു കൃത്യമായ ഉത്തരം പറയാൻ പറ്റണമെന്നുമില്ല, അങ്ങനെ കിട്ടാൻ നിർബന്ധവുമല്ല നമ്മൾ എന്ത് കൊടുത്താലും. ഓക്കെ, അപ്പൊ നമ്മൾ പരമാവധി ക്രാക്ക് ചെയ്യുന്ന രൂപത്തിലുള്ള എന്താ പറയാ കണ്ടന്റുകളാണ് കുട്ടികൾക്ക് കൊടുക്കാൻ ശ്രമം നടത്തുന്നത്. നമ്മൾ ഇത്ര ലക്ഷം ആളുകൾ എഴുതുന്നു പറയുമ്പോഴും ഈ ഒരു കണക്കിൽ നമുക്ക് പറയാനുള്ളത്, സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്തുന്ന ആളുകൾ എന്ന് പറയുന്നത് ഒരു 30% ആളുകളേ ഉള്ളൂ. അപ്പൊ എപ്പോഴും പറഞ്ഞാൽ, കാരണം +2 കഴിയുന്ന മുഴുവൻ കുട്ടികളും അതൊരു 80% ആളുകളും നീറ്റ് എക്സാം എഴുതാൻ വെറുതെ ഒരു രസമാണ്. കാരണം ഇവര് മുൻപ് അവരുടെ ആഗ്രഹം എന്താന്ന് എന്ത് ചെയ്തിട്ടില്ല, ഫിക്സ് ചെയ്തിട്ടില്ല. പക്ഷെ ചെറുപ്പത്തിലെ ഉള്ളിൽ എവിടെയുണ്ട് എനിക്കൊരു ഡോക്ടർ ആവണം. അപ്പൊ ഒന്ന് +2 കഴിയുമ്പോഴാണ് ഓക്കെ ഇനി എന്താ വാട്ട് നെക്സ്റ്റ്, അപ്പോഴാണ് ഒരു എക്സാം ഉണ്ട് എഴുതി നോക്കാം. അങ്ങനെ എഴുതി നോക്കുന്നു. അപ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത് ഇത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെയാണ് റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ 10th കഴിഞ്ഞ എല്ലാ ആളുകളോടും ഞങ്ങൾക്ക് റിക്വസ്റ്റ് കൂടി ഉണ്ട്. കാരണം 10th കഴിഞ്ഞ്, കാരണം നമ്മളിപ്പം മറ്റ് സംസ്ഥാനങ്ങളിലേക്കൊക്കെ നോർത്തിലേക്കൊക്കെ പോകുന്ന സമയത്ത് വളരെ നേരത്തെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒരിക്കലും കേരളം ഇതുവരെ ആ ഒരു കൾച്ചറിലേക്ക് വന്നിട്ടില്ല. അപ്പം അറ്റ്ലീസ്റ്റ് 10th കഴിയുന്ന കുട്ടികളെങ്കിലും ഇതുപോലെ ആഗ്രഹമുള്ള ആളുകളാണെങ്കിൽ അത് ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു രൂപത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 11th ഉം 12th കൂടെ തന്നെ ആ ബോർഡ് എക്സാമിനേഷന് പഠിച്ച് മാർക്ക് വാങ്ങുന്നതോടൊപ്പം തന്നെ റിപ്പീറ്റ് ചെയ്യാതെ എൻട്രൻസ് ക്രാക്ക് ചെയ്യാനുള്ള സംവിധാനം നമ്മൾ 3 ക്യാമ്പസുകളിൽ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അതാണ് ഫ്യൂച്ചർ സ്കൂളിംഗ് പ്രോഗ്രാം എന്നാണ് അതിന്റെ പേര്. അപ്പോൾ +1 +2 കോഴ്സുകൾ നടക്കുന്നതോടൊപ്പം തന്നെ കുട്ടിയെ എൻട്രൻസിന്റെ പിന്നെ കാര്യം കൂടി പറഞ്ഞു കൊടുത്ത് അവർ 2 വർഷം കൊണ്ട് തന്നെ ഈ നീറ്റ് ജെഇ പോലത്തെ എക്സാമുകൾ ക്രാക്ക് ചെയ്യാൻ അവരെ തയ്യാറാക്കുന്ന ഒരു രീതിയാണത്. അത് കുറച്ചുകൂടിയും കേരളം കുറച്ചുകൂടി അതിനെ അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് ഇത് പറയാനുള്ളത്. ജനറലി അതും എല്ലാ മിക്കവാറും സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. അതിലും നമ്മുടെ ഫീസ് ഭയങ്കര കുറവ് തന്നെയാണ്.
ഈ ഫീസ് ഇത്രയും കുറെ ഇപ്പം ചില എന്നെ പോലെയുള്ള ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കണ്ടുപിടിക്കുന്ന ആള് ഇങ്ങനെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഫീസ് ഇത്രയും കുറച്ച് നിങ്ങളുടെ ഒരു മാർക്കറ്റ് സ്ട്രാറ്റജി ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ മറുപടി? എന്ത് സ്ട്രാറ്റജി ആണെങ്കിലും ആ ഫീസ് അടച്ചാൽ മതി. വന്നു കഴിയുമ്പോ ആ ഫീസ് ഞങ്ങൾ ചോദിക്കുള്ളൂ, ആ ഫീസ് അടക്കേണ്ടി വരുള്ളൂ, ആ ഫീസിൽ തന്നെ പഠിച്ചാൽ മതി. ആ ഫീസിൽ ഇന്ന് ഇന്ത്യയിൽ കിട്ടുന്നതിലെ ഏറ്റവും മികച്ച ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ ഞങ്ങൾ ആ വാക്കിന് ഉപയോഗിക്കും. കാരണം മെജോറിറ്റി സ്ഥാപനങ്ങളും ചെയ്യുന്നതിൽ നമുക്ക് വിയോജിപ്പുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന റിസൾട്ടുകൾ പലപ്പോഴും അവിടെ പഠിക്കുന്ന 10,000 കുട്ടികളോ 20,000 കുട്ടികളിൽ നിന്നോ ഉണ്ടാക്കുന്ന റിസൾട്ട് അല്ല. അവിടെ പഠിച്ച കുട്ടികളാണ് അത്ര. പക്ഷെ അവര് റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി വർക്ക് ചെയ്തത് ഒരു 50 കുട്ടികളിലോ 100 കുട്ടികളിലോ ആണ്. കാരണം ആ ഒരു കുട്ടികളെ മാത്രം ഒരു ഫിൽട്ടർ ചെയ്തിട്ട് അവർക്ക് മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ട് ചില ടീച്ചേഴ്സ്, ചില മെറ്റീരിയൽസ്, ചില പരീക്ഷകൾ നടത്തി അവരെ മാത്രം ഫോക്കസ് ചെയ്തുണ്ടാക്കിയ റിസൾട്ടാണത്. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ കൊടുക്കുന്ന ഒരു വാഗ്ദാനം എന്ന് പറയുന്നത് ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ പവർഫുൾ ആയിട്ട് മുഴുവൻ കുട്ടികൾക്കും കൊടുക്കുക. ഈ ഫീസിൽ എനിക്കൊന്ന് ഡിസ്ക്രിമിനേഷൻ ഇപ്പൊ ഭയങ്കരമായിട്ട് കുട്ടികൾ ഫേസ് ചെയ്യുന്നതാന്ന് തോന്നുന്നു അല്ലെ? എനിക്കൊന്ന് കേരളത്തിൽ ഇല്ലെങ്കിൽ കേരളത്തിന്റെ പുറത്തൊക്കെ അതും ഇതുപോലെ തന്നെ ഡോക്ടർ സ്റ്റുഡൻസിന്റെ ഒക്കെ ഇപ്പൊ ഒരുപാട് ന്യൂസും കാര്യങ്ങളൊക്കെ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് ഒരു പേരൻസിന്, അതോടൊപ്പം തന്നെ ഈ കൊച്ചിയിലേക്കൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു നാട്ടിൻപുറത്ത് നിന്ന് പെട്ടെന്ന് സിറ്റിയിലേക്ക് വരുമ്പോ മക്കൾ ഇനി വല്ല ദുശീലങ്ങളിലേക്ക് പെടുവോ, അല്ലെങ്കിൽ കൊച്ചിയെ ദുശീലത്തിലേക്ക് കൊണ്ടുപോകും. കൊച്ചി മാത്രല്ല ഞാൻ കൊച്ചിയിലെ നമുക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല. അയ്യോ നിങ്ങൾ അങ്ങനെ പറയല്ലേ, ഞാൻ ഏറെ കേട്ടല്ലേ. നിങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതല്ല ഇപ്പൊ പേരൻസിന് ഒരു കൺസേൺ. ഞാൻ പേരൻസിന്റെ സൈഡിൽ കോഴിക്കോട് ഇപ്പൊ കൊച്ചു മാത്രല്ല പെട്ടെന്ന് പറയുന്ന കാര്യം, അതായത് നമ്മളിപ്പോ ഒരു പാരന്റിന്റെ സൈഡിൽ നമ്മൾ ആലോചിക്കുന്നവരുണ്ടാവുന്ന ടെൻഷൻ അത് കൊച്ചിയിൽ മാത്രമുള്ളതല്ല, എല്ലാ സ്ഥലത്തും ഈ ടെൻഷൻ ഉണ്ട്. ഇപ്പം പ്രായമാണല്ലോ കുട്ടികളുടെ, അപ്പം എന്തായാലും ടെൻഷൻ ഉണ്ടാവും. കാരണം ഒരു നോർമലായിട്ട് ഇപ്പൊ വീട്ടിൽ പോയി വരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പുറത്ത് നിന്നും ഒരുപാട് ആളുകളുമായിട്ട് ഇടപെടേണ്ട സാഹചര്യം ഉണ്ടാവും. അതിൽ പല ആളുകളും പല രൂപത്തിൽ ഇടപെടുന്ന ആളുകൾ ഉണ്ടാവും. അതൊരു ടെൻഷൻ എല്ലാ പാരന്റിനെ സംബന്ധിച്ചിടത്തോളം അത് LKG പോകുന്നത് മുതൽ ഓരോ പാരന്റും എന്ത് ചെയ്യുന്നുണ്ട്, ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ പാരന്റ്സിനോടും പറയാനുള്ളത്, അവർ ഒരു കുട്ടിയെ വിശ്വസിച്ച് ഇവിടെ ഏൽപ്പിക്കുക. അതിന്റെ പൂർണ്ണ സുരക്ഷിതത്വം നമ്മൾ ഉറപ്പ് കൊടുക്കും, അത് ഏത് രൂപത്തിലാണെങ്കിലും. കാരണം ഒരു കുട്ടിയുടെ പഠിക്കാൻ വേണ്ടി ഫീസ് അടയ്ക്കുന്നത് അതൊരു കോഴ്സ് ഫീ ആയിട്ടല്ല നമ്മൾ കാണുന്നത്, അവരുടെ സ്വപ്നത്തിലേക്കുള്ള ഒരു ഫീസായിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു സീരിയസ്നെസ് നമ്മൾ എന്ത് ചെയ്യും, കൊടുക്കും. അതിനെ പൂർണ്ണമായിട്ടും, അത് കൊച്ചി എന്നില്ല എല്ലാ സ്ഥലങ്ങളിലും സ്കൂളിംഗ് ഉണ്ടെന്ന് ഞാൻ കേട്ടു. ഇതിപ്പം ഈ നീറ്റും ചെയ്യുന്നതിനെ പറ്റി മാത്രമാണ്, പക്ഷെ ട്യൂഷനും ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അത് ഏതൊക്കെ ക്ലാസ് മുതലാണ്? ശരിക്ക് നിങ്ങൾ ഞെട്ടും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ 7ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ ഓൺലൈൻ ആയിട്ട് ട്യൂഷൻ കൊടുക്കുന്നുണ്ട്. 7ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് CBSE ആൻഡ് സ്റ്റേറ്റ്. അതിന്റെ ഫീസാണ് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളത്. ശരിക്കും ആ ഫീസ് കേട്ട് കഴിഞ്ഞാൽ എല്ലാരും ഇങ്ങനെ അത്ഭുതപ്പെടും. കാരണം നമ്മളൊരു കുട്ടിയെ പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചെലവാക്കുന്ന പൈസ എന്ന് പറയുന്നത് പല രൂപത്തിൽ, ഒരു ബുക്ക് വാങ്ങാൻ ചെലവാക്കുന്ന പൈസ ഉണ്ട്, ഇനി അത് യൂണിഫോം വാങ്ങാനുള്ള പൈസ, അങ്ങനെ പലതും നമുക്ക് നോക്കാം. ഇത് നമ്മൾ ഒരു വർഷത്തേക്ക് 999 ആണ് നമ്മുടെ ഫീസ്. ഒരു വർഷത്തേക്ക് 1000 പോലും ഇല്ല. ഒരു വർഷം കംപ്ലീറ്റ് ആയിട്ട് 7th മുതൽ 10th വരെ പഠിക്കാനുള്ള കുട്ടികൾക്ക് ഡെയിലി എത്ര അവർ? ഡെയിലി 2 മണിക്കൂറോളം ക്ലാസ് ഉണ്ടാവും. 1 ഇയർ അത് ഞങ്ങൾ വെറുതെ ഇതൊരു 999 ആയതുകൊണ്ട് എന്തെങ്കിലും പഠിപ്പിച്ചു പോവാന്നുള്ളതല്ല. കൃത്യമായിട്ടുള്ള ടീച്ചേഴ്സ് പ്രിപ്പയർ ചെയ്ത ടീച്ചേഴ്സിന്റെ സ്വന്തം സ്ലൈഡുകൾ കൊടുക്കും, സ്വന്തം നോട്ടുകൾ കൊടുക്കും, ലൈവ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടാവും എല്ലാ ദിവസവും. അങ്ങനെ അവരെ പഠിപ്പിച്ച് റിസൾട്ട് ആക്കി അടിപൊളിയാക്കി കൊടുക്കും. ഞാൻ തന്നെ തരുന്നു. ഒരു സ്റ്റുഡന്റിന് ഞാൻ തന്നെ അങ്ങ് തന്നിരിക്കാം. അപ്പം ഞങ്ങളത് ആഗ്രഹം എന്ന് പറയുന്നത് മാക്സിമം കുട്ടികൾ ഏറ്റവും അഫോർഡബിൾ ആയിട്ട് പഠിച്ചിറങ്ങാന്നുള്ളത് തന്നെ നമ്മൾ ആലോചിക്കുന്നത്. കാരണം അതുകൊണ്ടൊരു ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പൊ നമ്മൾ ഒന്നാമത് നമ്മൾ കുറച്ച് വൈകിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇപ്പൊ സ്കൂളൊക്കെ തുടങ്ങാൻ പോവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി മറ്റൊരു സ്ഥാപനത്തിൽ അഡ്മിഷൻ എടുത്ത കുട്ടിയാണെങ്കിൽ അവർ ചിലപ്പം മറ്റൊരു സ്ഥാപനത്തിൽ 10,000 20,000 ഒക്കെ കൊടുത്ത് ട്യൂഷന് ജോയിൻ ചെയ്തിട്ടുണ്ടാവും. ആ കുട്ടിക്ക് പോലും ആഡ് ഓൺ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. നമ്മൾ ടീച്ചേഴ്സിനെ എല്ലാവർക്കും കിട്ടണം, എല്ലാവരും അടിപൊളിയായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങണം തന്നെ. എനിക്ക് ശരിക്കും ഷോക്കായി പോയിട്ട് 999. ഞാൻ അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് എന്ത് മെച്ചം നിന്ന് കിട്ടുന്നത് ഞങ്ങൾ നേരത്തെ പറഞ്ഞ സന്തോഷം കിട്ടും. സന്തോഷം മാത്രല്ലേ നമുക്ക്.
ഓക്കെ, അത് നല്ലൊരു ഓപ്ഷൻ ആണ്. എനിക്ക് തോന്നുന്നു ഒരുപാട് കുട്ടികൾക്ക് ഇതുകൊണ്ട് പ്രയോജനപ്പെടും കേട്ടോ. തീർച്ചയായിട്ടും, നിങ്ങളുടെ ആ ഒരു ആപ്പും അത് ഓൺലൈൻ ആണ്. പ്യൂർ ആയിട്ട് ഓൺലൈൻ ആയിട്ട്. ടൈമിംഗ് ഒക്കെ ഈവനിങ് സ്കൂൾ വിട്ട് വന്നതിന് ശേഷം ഈവനിങ്ങിൽ ഒരു 7 മണി മുതലാണ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. റെക്കോർഡഡ് ക്ലാസ് ആണോ? അല്ലല്ല, ലൈവ് ക്ലാസ്സുകൾ. ലൈവ് ക്ലാസ് ആണ്. റെക്കോർഡ് ചെയ്ത് എന്തെങ്കിലും ഒരു ക്ലാസ് അവിടെ എടുത്ത് വെച്ച് പോകുന്ന പരിപാടിയല്ല. ലൈവ് ആയിട്ട് കുട്ടിക്ക് ആപ്പിൽ വന്ന് ജോയിൻ ചെയ്ത് പഠിച്ച് ടീച്ചേഴ്സിനോട് ഡൗട്ട് ഒക്കെ ചോദിച്ച് വളരെ അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും. ഓൺലൈൻ മെന്റേഴ്സും ഉണ്ടാവും. ഓക്കെ ഓക്കെ. ഇല്ല, ഇപ്പൊ ഞാനിപ്പോ റെക്കോർഡഡ് ക്ലാസ് ഞാനിങ്ങനെ ഒരു കുറച്ച് കോഴ്സിനൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ എനിക്ക് റെക്കോർഡ് ക്ലാസ് എനിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളെന്താ പറയാ, നമ്മളെന്ത് കാണിച്ചാലും പ്രതികരിക്കാത്ത ഒരാള്. അപ്പൊ എനിക്കൊന്ന് ലൈവ് ക്ലാസ് ആണ് കുറച്ചും കൂടെ കാര്യം. പക്ഷെ പല ഇൻസ്റ്റിറ്റ്യൂഷൻസും റെക്കോർഡഡ് ക്ലാസ് ആണ്. പക്ഷെ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ഇതൊന്നും അറിയുന്നുണ്ടാവില്ല. നമുക്ക് ഓൺലൈൻ സെഷൻ എന്ന് പറഞ്ഞിട്ടായിരിക്കും. ഇതിൽ ആ സമയത്ത് നമ്മൾ ലൈവ് ആണോ റെക്കോർഡഡ് ആണോ എന്നൊക്കെ അറിഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ നോക്കുമ്പോൾ എന്താ റെക്കോർഡഡ്, നമ്മൾ പഠിച്ചാലേ അപ്പോഴും നമുക്ക് തന്നെയാണ് നമ്മൾ ഉഴപ്പാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിനോട് എങ്ങനെ നിങ്ങൾ യോജിക്കുന്നത്, ഈ റെക്കോർഡഡ് ക്ലാസ്സസ്? അത് ആക്ച്വലി റെക്കോർഡഡ് ക്ലാസ്സിനെ എപ്പോഴും നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത് നമ്മളൊരു ലൈബ്രറി ആയിട്ടാണ്. അതായത് നമ്മളിപ്പോ ഓഫ്ലൈൻ ആയിട്ട് ഒരു കുട്ടിയെ പഠിപ്പിക്കുന്നു, അത് ഓഫ്ലൈൻ ആയിട്ട് തന്നെ പഠിപ്പിക്കുന്നു. ആ ഓഫ്ലൈനിന്റെ കൂടെ നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുക്കുന്ന ഒരു സപ്പോർട്ടാണ് എന്ത്, ഓൺലൈൻ എന്ന് പറയുന്നത്. അതായത് ഞാൻ ഈ പറയുന്ന ട്യൂഷൻ അല്ല, ഞാൻ നോർമൽ ആയിട്ടുള്ളതാണ് പറയുന്നത്. അപ്പൊ ആ സമയത്ത് ഒരു കുട്ടി ഒരു ഡേ ലീവ് ആവുന്നു. ആ ലീവുള്ള ഡേ ടീച്ചറോട് ചോദിച്ച് പഠിക്കുന്നതോടൊപ്പം തന്നെ ആ കുട്ടിക്ക് എന്തെങ്കിലും അന്ന് തന്നെ പഠിക്കണം. അപ്പം എന്ത് ചെയ്യാം, ഓൺലൈൻ സെഷനെ ഉപയോഗിക്കാം. അല്ലാതെ റെഗുലർ ആയിട്ട് റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉപയോഗിച്ച് പോകേണ്ട കാര്യമില്ല. അപ്പം അതായത് എപ്പോഴും ഒരു ഇന്ററാക്റ്റീവ് അല്ലാത്തത് എപ്പോഴും പെട്ടെന്ന് മടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഇതിനൊരു ലൈബ്രറി പാർട്ടായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാണുന്നത്. അഡീഷണൽ ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, അവർക്ക് അതിനെ യൂസ് ചെയ്യാം. ഓക്കെ. ആൻഡ് ഫൈനൽ ആയിട്ട് ഞാൻ ഒരു ക്വസ്റ്റ്യനും കൂടെ ചോദിച്ചു നിർത്തുകയാണ്. വൈ ഫ്യൂച്ചർ പവേർഡ് ബൈ ഗൂഗിളം? ഫ്യൂച്ചർ പവേർഡ് ബൈ ഗോകുലം ഞങ്ങൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വിഷനുണ്ട്. അതിൽ നമ്മളിപ്പോൾ പല പോയിന്റുകളും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പം ഒന്ന് പറഞ്ഞാൽ ഒരു വിവേചനമില്ലാത്ത പഠനം എല്ലാ കുട്ടികൾക്കും കിട്ടണം എന്നുള്ളതാണ്. അതിന് ഏറ്റവും ക്വാളിറ്റിയിലുള്ള ടീച്ചേഴ്സ് വേണം. ആ ക്വാളിറ്റിയിലുള്ള ടീച്ചേഴ്സിനെ എല്ലാ ആളുകൾക്കും ഒരേപോലെ ലഭ്യമാവുക, എല്ലാ ആളുകളെയും ഒരേ രൂപത്തിൽ കാണുക, സുരക്ഷിതമായ ക്യാമ്പസുകൾ ഒരുക്കി കൊടുക്കുക. സുരക്ഷിതമായിട്ടുള്ള ക്യാമ്പസുകൾ ഒരുക്കുന്നതോടൊപ്പം തന്നെ അവരുടെ റിസൾട്ടിലേക്ക്, അതായത് മാക്സിമം ഏറ്റവും നല്ല റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന രൂപത്തിലേക്ക് ഇതിനെ ക്വാളിറ്റിയിൽ കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടുന്ന അക്കാഡമിക്സ് ആണെങ്കിലും അതേപോലെ തന്നെ ഫെസിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും അഡ്മിനിസ്ട്രേഷനും അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ എല്ലാ ക്യാമ്പസിലും ഇപ്പോൾ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. 5 ക്യാമ്പസുകളും നീറ്റ് ജെഇയുടെ അഡ്മിഷൻസ് ഈ പറയുന്ന ജൂൺ 3-ാം തീയതി മുതൽ ക്ലാസ്സുകൾ ആരംഭിക്കാൻ പോവുകയാണ്. ഇനി അതേപോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സുകൾ ഈ ജൂലൈ ഫസ്റ്റ് വീക്ക് മുതൽ ആരംഭിക്കാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞ നേരത്തെ 999 കോഴ്സുകളൊക്കെ തന്നെ. ഇനി അതേപോലെ തന്നെ നമ്മുടെ സ്കൂൾ പ്രോഗ്രാംസ് ഉണ്ട്. 3 ജില്ലകളിലാണ് നമുക്ക് ഫ്യൂച്ചർ സ്കൂളിംഗ് വരുന്നത്. 10th കഴിഞ്ഞ് ഇന്റഗ്രേറ്റ് ചെയ്ത് 11th 12th പഠിക്കുന്നത്. അതും ഈ പറയുന്ന ജൂൺ 8-ാം തീയതി മുതൽ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. അപ്പൊ എന്ന് വെച്ചാൽ ഒരു റവല്യൂഷനാണ് നമ്മൾ കേരളത്തിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. പഠിക്കാൻ താല്പര്യമുള്ള എല്ലാ ആളുകളെയും മാക്സിമം അവരുടെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം പഠിക്കാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവാതെ എല്ലാ ആളുകൾക്കും, ഇപ്പൊ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് നമ്മളെ ക്ലാസ്സിൽ ഒരു പകുതി കുട്ടികളൊക്കെയാണ് ട്യൂഷന് പോയിട്ടുണ്ടാവുക. കാരണം ബാക്കിയുള്ള ആളുകൾക്ക് ഫീസിന്റെ പ്രശ്നങ്ങളും കാരണങ്ങളൊക്കെ കൊണ്ട് പോകാത്ത സാഹചര്യം ഉണ്ടാവും. അപ്പം ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുക, എല്ലാ ആളുകൾക്കും ട്യൂഷൻ കിട്ടണം. ഈ ഒരു എമൗണ്ടിൽ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കാരണം ഒരു പക്ഷേ നമ്മളൊരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചാൽ പോലും അതിലും കൂടുതൽ പണം നമ്മൾ കൊടുക്കുന്ന ആളുകളാണ്. അപ്പൊ ഇതൊരു വർഷത്തേക്ക് 1 ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പൊ എല്ലാ ആളുകൾക്കും എഡ്യൂക്കേഷൻ ലഭ്യമാക്കുക എന്നുള്ളത് തന്നെയാണ്. അതും അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ ക്വാളിറ്റിയിൽ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്ന ആശയം. എല്ലാവരും 3 നേരം സംസാരിക്കണം. അപ്പം ചുരുക്കി പറഞ്ഞാല് ഒരു പുതിയ ഒരു എൻട്രൻസ് കൾച്ചർ കേരളത്തിൽ പരിചയപ്പെടുത്തുക. അതിലൂടെ വിദ്യാർത്ഥികൾക്ക് ഇതേപോലെയുള്ള വലിയ വലിയ എക്സാമുകൾ ക്രാക്ക് ചെയ്യാൻ അവരെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ സഹായിക്കുക എന്നത് തന്നെയാണ് ഫ്യൂച്ചർ മുന്നോട്ട് വയ്ക്കുന്ന ആശയം. ഓക്കെ. ആൻഡ് ലാസ്റ്റ്, എന്നെ സംബന്ധിച്ച് ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ലക്ഷറി ആവരുത്. അത് കുറച്ച് ആൾക്കാർക്ക് മാത്രം കിട്ടുന്ന ഒരു അവസരമല്ലാതെ എല്ലാവർക്കും ഈക്വലി ഓപ്പൺ ചെയ്ത് കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ആക്കുക എന്നുള്ളതാണ്. അതെന്തായാലും ഫ്യൂച്ചർ ചെയ്യും. പിന്നെ നമുക്ക് പറയാനുള്ള കാര്യം,
ഇത്രയും ഓപ്ഷൻസ് നമുക്ക് ഉണ്ട് ഈ എക്സാംസിലൂടെ. ഇനി ഇൻ കേസ് ഈ എക്സാം അല്ല, സ്കൂളിലാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നതെങ്കിൽ അതുണ്ട്, ട്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ട്. അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാ കുട്ടികളും, ഏറ്റവും കൂടുതൽ ലിറ്ററസി റേറ്റ് ഉള്ള ഒരു സ്റ്റേറ്റ് ആണ് കേരളം എന്ന് പറയുന്നത്. അപ്പം അവിടെ അതിനെ എന്താ പറയാ, സപ്പോർട്ട് ചെയ്യാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാരായിട്ടാണ് ഞങ്ങളെ തന്നെ കാണുന്നത്. അപ്പം കേരളത്തിലെ ലിറ്ററസി എന്ന് പറയുന്ന പോലെ തന്നെ കേരളത്തിലെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതും പ്രോഗ്രസീവ് ആയിട്ട് കാണേണ്ട ആൾക്കാരായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഫ്യൂച്ചർ എന്ന് പറയുന്നത് അങ്ങനെ ഒരു പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് വരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഓക്കെ, ആൻഡ് താങ്ക് യു സോ മച്ച്. എനിക്ക് തോന്നുന്നു ഇത് കേട്ടോണ്ടിരിക്കുന്ന ഇപ്പൊ എല്ലാവർക്കും, ഒരുമാതിരിപ്പെട്ട എല്ലാ പാരന്റ്സിനും സ്റ്റുഡൻസിനും അല്ലെ, ക്ലിയർ ആയിട്ട് തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഫ്യൂച്ചർ റെവല്യൂഷന്റെ ഭാഗമാകാൻ സാധിച്ചതിൽ ഞങ്ങൾക്കും സന്തോഷമുണ്ട്. അപ്പോൾ ഒരുപാട് പേരുടെ ഫ്യൂച്ചർ ബ്രൈറ്റ് ആക്കാൻ നിങ്ങളുടെ സ്ഥാപനത്തിന് പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു.